നീതി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ ഉന്നാവ് ബലാത്സംഗ കേസിലെ അതിജീവിതയുടെ പ്രതിഷേധം. ജന്തർ മന്ദറിൽ വിവിധ പൌരസംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത്. പ്രതിഷേധത്തിനിടെ അതിജീവിതയുടെ മാതാവ് കുഴഞ്ഞു വീണു. സുപ്രീം കോടതിയിൽ നിന്ന് തനിക്ക് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അതിജീവിത പറഞ്ഞു. PR അരവിന്ദ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. അരവിന്ദ്, ഇന്ന് അതിജീവിത നേരിട്ട് പ്രതിഷേധവുമായി രംഗത്തെത്തി. എന്താണ് കുടുംബത്തിന്റെ പ്രതീക്ഷ? ഇവരെന്താണ് പറയുന്നത്? ഉന്നാവ് ബലാത്സംഗ കേസിൽ നീതി തേടിയുള്ള അതിജീവിതയുടെ പോരാട്ടം തുടരുകയാണ്. ഡൽഹി ജന്തർ മന്ദറിലാണ് അതിജീവിതയും കുടുംബവും പ്രതിഷേധിച്ചത്. അവർക്ക് പിന്തുണയുമായി സാമൂഹ്യ സംഘടനകൾ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ, രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങിയവർ എത്തിയിരുന്നു. വലിയ പിന്തുണ. കാരണം കഴിഞ്ഞ ദിവസം പാർലമെന്റിന് മുന്നിലും ഇന്ത്യ ഗേറ്റ് മുന്നിലും പ്രതിഷേധിച്ചിരുന്നു. പക്ഷെ അവരെ പോലീസ് കസ്റ്റഡി എടുത്ത് നീക്കുന്ന നിലപാടാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. തങ്ങൾക്ക് നീതി വേണം എന്ന ആവശ്യമാണ് അവർ വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ BJP നേതാവ് കുൽദീപ് തുടർച്ചയായി തങ്ങളെ ആക്രമിക്കുകയാണ്. തങ്ങൾക്ക് നേരത്തെ നീതി ലഭിച്ചിരുന്നു, പക്ഷേ നീതി തങ്ങളിൽ നിന്ന് തട്ടിയെടുക്കപ്പെട്ടു എന്നതാണ് ഈ കുടുംബം ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. ഇന്ന് ഈ പ്രതിഷേധത്തിനിടെ അതിജീവിതയുടെ മാതാവിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും അവർ കുഴഞ്ഞു വീഴുകയുമായിരുന്നു. പിന്നാലെ ആശുപത്രിയിലേക്ക് അവരെ മാറ്റിയിരിക്കുകയാണ്. ഇതിൽ നാളെയാണ് CBIയുടെ ഹർജി. കാരണം ഡൽഹി ഹൈക്കോടതിയാണ് BJP നേതാവിന്റെ ശിക്ഷാവിധി മരവിപ്പിക്കുകയും പിന്നാലെ ജാമ്യം അനുവദിക്കുകയും ചെയ്തത്. ഈ ഉത്തരവിനെതിരെ CBI സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. നാളെയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഈ ഹർജികൾ പരിഗണിക്കുക. ഹർജികൾ പരിഗണിക്കുമ്പോൾ അതിലൂടെ തങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അതിജീവിതയുള്ളത്. ഇല്ലെങ്കിലും തങ്ങളുടെ പ്രതിഷേധം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അതിജീവിത വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, PR അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്.